പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു ഭാക്കർ ഫൈനലിൽ. ഒളിമ്പിക്സിൽ 10 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു. അതേസമയം പുരുഷ വിഭാഗത്തിലും മിക്സഡ് ടീം ഇനത്തിലും ഇന്ത്യൻ താരങ്ങൾക്ക് യോഗ്യത നേടാനായില്ല. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനിൽ, ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു നിരാശയായിരുന്നു ഇന്ത്യക്ക്, ഇപ്പോൾ മനുവിലൂടെ ഒരു പ്രതീക്ഷയും. എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യയുടെ ഇതുവരെയുള്ള ഇന്നത്തെ ദിനം? അങ്ങനെ തന്നെയാണ് പ്രവിത. തുടക്കത്തിൽ വലിയ നിരാശയാണ് ഉണ്ടായിരുന്നത്. മിക്സഡ് ടീം വിഭാഗത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ ഇന്ത്യ തൊട്ടടുത്ത് എത്തി. ഒരു പക്ഷേ ഫൈനലിലേക്കൊക്കെ തന്നെ യോഗ്യത നേടേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നതാണ്. പക്ഷേ അവിടെ നിരാശയാണ് ഫലമുണ്ടായിരുന്നത്. ഇന്ത്യക്കായി ഇറങ്ങിയ 2 ജോഡിക്കും ഫൈനലിലേക്ക് മുന്നേറാനായില്ല. അവർ ഒരു ടീം 6ാം സ്ഥാനത്തും മറ്റൊരു ടീം 12ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത്. തൊട്ടു പിന്നാലെ നടന്ന പുരുഷ വിഭാഗം 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾക്ക് ആർക്കും തന്നെ ഫൈനൽസിന് യോഗ്യത നേടാൻ സാധിച്ചില്ല. പക്ഷേ ഈ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ വലിയ പ്രതീക്ഷയായി ഇന്ത്യയുടെ മനു ഭാക്കർ അങ്ങനെ ഫൈനലിൽ കടന്നിരിക്കുന്നു. അതും മികച്ച പ്രകടനത്തോടു കൂടിയാണ് മനു ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. 580 പോയിന്റും ഒപ്പം തന്നെ 27-10 ഇന്നർ പോയിന്റ്സ് നേടിക്കൊണ്ടാണ് മനു ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. 3ാം സ്ഥാനത്താണ് യോഗ്യതാ റൗണ്ടിൽ മനു ഫിനിഷ് ചെയ്തത്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഈ 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ താരം, വനിതാ താരം ഒളിമ്പിക്സിലെ ഷൂട്ടിംഗ് ഫൈനൽസിന് യോഗ്യത നേടുന്നത്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ മുമ്പ് സുമയാണ് ഇതിനു മുമ്പ് അത് എയർ റൈഫിൾ വിഭാഗത്തിലുമാണ് ഫൈനലിൽ കയറിയത്. പക്ഷേ പിസ്റ്റൾ വിഭാഗത്തിൽ അങ്ങനെ ആദ്യമായി ഫൈനലിലെത്തുന്ന വനിതാ താരമായി അറിയിരിക്കുകയാണ് മനു ഭാക്കർ. മനു ഭാക്കറിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലൊക്കെ തന്നെ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു താരത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ശക്തമായി തിരിച്ചു വന്ന മികച്ച പ്രകടനങ്ങളിലൂടെയാണ് ഒളിമ്പിക്സിന് എത്തിയത്. ഒളിമ്പിക്സിൻ്റെ ആദ്യ റൗണ്ടിൽ തന്നെ അങ്ങനെ മികച്ച പ്രകടനം, മിന്നും പ്രകടനം മനു കാഴ്ചവെച്ചിരിക്കുന്നു. ഇനി അത് ഒരു മെഡലാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഇതിനു മുമ്പ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് മെഡൽ നേടിത്തന്നതെല്ലാം തന്നെ പുരുഷ താരങ്ങളാണ്. അങ്ങനെ ഇന്ത്യക്ക് ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ താരം മെഡൽ തേടിത്തരുമോ എന്നുള്ള ആകാംക്ഷയിലാണ് രാജ്യം ഇപ്പോൾ ഉള്ളത്. നാളെ ഉച്ചതിരിഞ്ഞ് 3:30-ക്കാണ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലെ ഫൈനൽ മത്സരം. ശരി, അന്നേരം ഇന്ത്യയുടെ വലിയ പ്രതീക്ഷയാണ് മനു മെഡൽ നേടുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള സ്പോർട്സ് പ്രേമികൾ എല്ലാവരും. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് നൽകിയത്.